തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷൻ 2026 ആറ്റുകാൽ പൊങ്കാല ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തേണ്ടതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹരിത കർമ്മസേനാംഗങ്ങളുടെ മീറ്റിംഗ് ഇന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ അരുൺ രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുജ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിതചട്ടം പാലിക്കുന്നത് എന്തിന്, എങ്ങനെ വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ അനുശ്രീ, ടെക്നിക്കൽ കൺസൾട്ടന്റ് അരുൺ ജോയ്, പ്രോഗ്രാം ഓഫീസർ ബബിത, അക്കൗണ്ടന്റ് വിദ്യ, ഡാറ്റ എൻട്രി ശോഭനകുമാരി, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ, യങ് പ്രൊഫഷണൽ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീ അരുൺരാജ് PM. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല 100% ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന് സർക്കാരും കോർപ്പറേഷനും തീരുമാനിച്ചതുപോലെ അറിഞ്ഞു കാണുമല്ലോ. എല്ലാ ഭക്തജനങ്ങളും ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് അരി, ശർക്കര എന്നിവ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുവരുന്നതിന് പകരം തുണിസഞ്ചികൾ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുക. അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ നൽകുന്ന സന്നദ്ധ സംഘടനകൾ പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ് എന്നിവ ഒഴിവാക്കി പകരം സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നതിന് ശ്രമിക്കുക. അതുപോലെ തന്നെ തണ്ണിമത്തൻ, മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്ന സന്നദ്ധ സംഘടനകൾ പരമാവധി സ്റ്റീൽ പ്ലേറ്റുകളിലോ ഗ്ലാസുകളിലോ കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ ഭക്തജനങ്ങളും ഹരിതചട്ടം പാലിക്കുന്നതിനായി ഒരു പ്ലേറ്റ്, ഒരു സ്റ്റീൽ ഗ്ലാസ് എന്നിവ കയ്യിൽ കരുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഹരിതചട്ടം പാലിക്കുന്നതിനായി നമ്മോടൊപ്പം സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.